മാർക്കറ്റിൽ ലാഭം വാഗ്ദാനം ചെയ്ത് റിട്ടയർഡ് ജഡ്ജിയെ കബളിപ്പിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി ശശിധരൻ നമ്പ്യാർക്ക് 89 ലക്ഷം രൂപ നഷ്ടമായി. സംഭവത്തിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, തട്ടിപ്പുകാരുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു വീര്യം കൂടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാം. സ്വാതി, അതായത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ഓൺലൈൻ തട്ടിപ്പ് എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതും ഹൈക്കോടതി മുൻ ജഡ്ജിയെ തന്നെ കബളിപ്പിച്ചു എന്നുള്ളതാണ്. 89 ലക്ഷം രൂപയാണ് ഹൈക്കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള ശശിധരൻ നമ്പ്യാർക്ക് ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത്. ഷെയർ മാർക്കറ്റിൽ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ഇദ്ദേഹത്തിൽ നിന്നും പണം തട്ടിയെടുത്തത്. അദ്ദേഹത്തിന്റെ 89 ലക്ഷം രൂപയാണ് നഷ്ടമായത്. 2 പേർ ഇദ്ദേഹത്തെ ഓൺലൈൻ വഴി പരിചയപ്പെടുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും പരിചയപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശ്വാസയോഗ്യമായി ആദ്യം 50,000 രൂപ വീതം ഈ ഷെയർ മാർക്കറ്റിലേക്ക് നൽകി. അതിൽ ലാഭം കിട്ടി, 1.5 ലക്ഷം രൂപയോളം ലാഭം കിട്ടി. പിന്നീട് പല ഘട്ടങ്ങളിലായി പണം നൽകുകയായിരുന്നു. അങ്ങനെ നൽകി 89 ലക്ഷം രൂപയോളമാണ് ശശിധരൻ നമ്പ്യാർ നൽകിയത്. ഒടുവിൽ പണം തിരികെ കിട്ടാത്ത ഒരു സ്ഥിതിയായി. മാത്രമല്ല, ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിനോട് ഇവർ പരിചയപ്പെടുത്തിയ പേര് പോലും യഥാർത്ഥത്തിലുള്ള പേരുകളാണോ എന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് പരാതി നൽകിയത്. എന്തായാലും സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഹിൽ പാലസ് പോലീസിലാണ് പരാതി നൽകിയത്. ഹിൽ പാലസ് പോലീസ് ഇത് സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഈ കേസ് സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. ഓൺലൈൻ തട്ടിപ്പിൽ ജഡ്ജിക്ക് 89 ലക്ഷം, മുൻ ജഡ്ജിക്ക് 89 ലക്ഷം രൂപയാണ് സ്വാധീന നഷ്ടമായത്. ശരി സഹിൻ ആന്റണി, ഷെയർ മാർക്കറ്റിൽ പണം വാഗ്ദാനം ചെയ്ത് ഹൈക്കോടതി മുൻ ജഡ്ജി ശശിധരൻ നമ്പ്യാരെയാണ് കബളിപ്പിച്ചത്. ഷെയർ മാർക്കറ്റിലെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു മുൻ ജഡ്ജിയെ കബളിപ്പിച്ചത്.